മൈക്രോസോഫ്റ്റ് കോ ഫൗണ്ടർ ബിൽ ഗേറ്റ്സിന്റെ അടക്കം പേരുൾപ്പെട്ടിരിക്കുന്ന എപ്സ്റ്റൈൻ ഫയൽസ് അതിപ്പോൾ ലോകം മുഴുവൻ ചർച്ച ചെയ്യുകയാണ്. അതിലെ രഹസ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് പോലും അതിൽ വന്നിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഈ എപ്സ്റ്റൈൻ്റെ ഉദ്ദേശം? ഇവരൊക്കെ എങ്ങനെയാണ് ഈ ഈ പേര് എന്താണ്, ഇവരുടെയൊക്കെ പേരുകൾ എങ്ങനെയാണ് ഈ ഫയൽസിൽ വരുന്നത്? ഈ പറഞ്ഞ പേരുകൾ മാത്രമല്ല, ബ്രിട്ടീഷ് രാജകുമാരനായിട്ടുള്ള ആൻഡ്രൂ, അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപ്, ബിൽ ക്ലിൻ്റൺ, ഇത്തരത്തിലുള്ള ടോണി ബ്ലെയർ, ഇത്തരത്തിലുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ആളുകളുടെ പേരുകളെല്ലാം ഇതിനകത്തുണ്ട്. ബാക്കിയുള്ളതൊക്കെ തന്നെ പ്രമുഖരാണ്, ഞാനിപ്പോൾ പറയുന്നില്ല. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ CEOs, അതുപോലെ തന്നെ രാഷ്ട്രത്തലവന്മാർ, ഇവരുടെ പേരുകളെല്ലാം. ഈ കേസ് എങ്ങനെയാണ് വരുന്നത് എന്ന് ആദ്യം പറഞ്ഞിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ദുരൂഹതകളിലേക്ക്, പിന്നെ താങ്കൾ പറഞ്ഞ നരേന്ദ്രമോദിയുടെ പേര് എങ്ങനെയാണ് വന്നത് എന്നുള്ളതിലേക്കൊക്കെ കിടക്കാൻ. ഇതിപ്പോൾ തന്നെ ഏതാണ്ട് ഒരു 10-30 ലക്ഷത്തോളം വരുന്ന പേജുകൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ പുറത്തേക്ക് വിടാൻ കാരണം ഈ ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫയൽസ് പുറത്തേക്ക് വിടണമെന്ന് വലിയ ആവശ്യം ഉന്നയിക്കുകയും ഏറ്റവും ഒടുവിൽ ഡൊണാൾഡ് ട്രംപ് മത്സരിക്കുമ്പോൾ ഞാൻ പുറത്തേക്ക് വിടാം എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പോൾ ജനങ്ങളെല്ലാം തന്നെ അത് ഏറ്റെടുത്തിരുന്നു. കാരണം ബിൽ ക്ലിൻ്റനെതിരെയുള്ള ഒരു ആയുധമായിട്ടൊക്കെ അത് ഉപയോഗിക്കാനായിട്ട് കഴിഞ്ഞിരുന്നു. പക്ഷേ അധികാരത്തിലെത്തിയതിന് ശേഷം അദ്ദേഹം നേരെ മലക്കം പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഫയൽസ് ഒന്നും നിലവിലില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഏതാണ്ട് ഒരു 10-30 ലക്ഷം ഫയൽ വിട്ടിട്ടുണ്ട്. ഇനിയും ഏതാണ്ട് ഒരു 10 ലക്ഷത്തോളം എന്ത് ചെയ്യാറുണ്ട്, വിടാനുണ്ട്. അതിപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. അതുകൊണ്ട് ഇത് മുഴുവനായിട്ട് വരുന്ന ആരെങ്കിലും വായിക്കുകയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഓരോ രാജ്യങ്ങളിലും അതിൻ്റെ പ്രധാനപ്പെട്ട രേഖകൾ അവരെടുത്ത് വായിക്കാനാണ് സാധ്യത. ഇനി ഈ കേസ് എന്താണെന്ന് വെച്ചാൽ, കേസ് ലോകത്തെ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു കേസാണ്. 2005 ഒരു ഫ്ലോറിഡയിലെ പാം ബീച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പെൺകുട്ടി പരാതിയുമായിട്ട് എത്തുകയാണ്. ഒരു സ്കൂളിലെ പെൺകുട്ടി, 13 വയസ്സുള്ള ഒരു പെൺകുട്ടി പരാതിയുമായിട്ട് എത്തുന്നു. അപ്പോൾ ആ പരാതിയുമായിട്ട് എത്തുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് പെൺകുട്ടികളൊക്കെ ചെന്നാൽ $200 $300 ഇടയ്ക്ക് തരാം എന്നാണ് ഒരു വാഗ്ദാനം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ചില ആളുകൾ ഈ പെൺകുട്ടികളെ എന്ത് ചെയ്തു, സ്വാധീനിച്ച് കൊണ്ടുപോവുകയാണ്. ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഗ്ലെൻ മാക്സ്വെൽ എന്നൊക്കെ പറയുന്ന ഒരു സ്ത്രീയുണ്ട്, അവരാണെന്ന് പറയപ്പെടുന്നു, നമുക്കറിയില്ല. പത്രത്തിൽ സ്വാധീനിച്ചു കൊണ്ടാണ് ഈ ഒരു പെൺകുട്ടി അവിടെ പരാതിയുമായിട്ട് വന്നപ്പോൾ ഈ പെൺകുട്ടിയെ പോലീസിന്റെ ചീഫ് ചോദ്യം ചെയ്തതിൽ നിന്നും മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ ഒരു പെൺകുട്ടി എന്നുള്ളത് വീണ്ടും അത് മറ്റേതെങ്കിലും പെൺകുട്ടികൾ ഇതുപോലെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ 2 പെൺകുട്ടികളിലൂടെ പേര് പറയുന്നു. ആ 2 പെൺകുട്ടികൾ വേറെ 3 പെൺകുട്ടികളുടെ പേര് പറയുന്നു. അങ്ങനെ ഇതൊരു ചെയിൻ ആയിട്ടുള്ള ഒരു പിരമിഡ് ലൈക്ക് സിസ്റ്റമായിട്ട് എന്ത് ചെയ്യുന്നു വരുന്നു. അപ്പൊ അതിന്റെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഈ പിരമിഡ് ലൈക്കുള്ള സിസ്റ്റത്തിൽ ഗൗതം അറിയേണ്ടത്, ഈ എക്സ്ട്രാ ആളുകളെ കൊണ്ടുവരുന്നവർക്ക് വേറെയും ഡോളേഴ്സ് ഉണ്ട്, മനസ്സിലായോ? $2000-3000 അത് വലിയ എമൗണ്ട് ആണ് ആ സമയത്ത്. അപ്പൊ അതുകൂടി എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. പ്രത്യേകിച്ചും ഈ കുട്ടികളെ പോലെയുള്ള ആളുകൾക്ക്. ചെല്ലുന്ന ആളുകൾ ഇവർ മസാജ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ചെല്ലുന്നതെങ്കിലും ചെന്ന് കഴിയുമ്പോഴേക്കും എന്ന് പറഞ്ഞാൽ, ഈ ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം അവിടെ ഒരു ടവൽ മാത്രം കൊടുത്താണ് ഇരിക്കുന്നത്. ആ ടവൽ മാത്രം കൊടുത്തിരിക്കുന്ന ഒരാൾ ഇവരോട് ഡ്രസ്സുകൾ മാറ്റാൻ പറയുകയും ഇവരെ മോളസ്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കേസ് യഥാർത്ഥ 2005 വരുന്നു. 2005 വന്നതിന് ശേഷം ഇത് വലിയ തോതിലുള്ള ഒരു ഓപ്പറേഷൻ ലീപ്പ് ഇയർ എന്ന് പറയുന്ന ഒരു പദ്ധതിയിൽ, അതായത് പോലീസ് വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നു. അങ്ങനെ ഓപ്പറേഷൻ ലീപ്പ് ഇയർ എന്ന് പറയുന്ന ഒരു അന്വേഷണം എന്ത് ചെയ്യുന്നു, തുടക്കമിടുന്നു. ആ തുടക്കമിട്ടതിന് ശേഷം മനസ്സിലാകുന്നു 36ഓളം വരുന്ന പെൺകുട്ടികളെ ഇവർ എന്ത് ചെയ്യുന്നു, കണ്ടെത്തുന്നു. ആ കണ്ടെത്തുമ്പോൾ ഇതൊരു ഇന്റർനാഷണൽ സെക്സ് ട്രാഫിക്കിങ്ങിന്റെ ഏറ്റവും വലിയ ഏരിയ ആണെന്ന് കണ്ടെത്തുന്നു. അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ഇതൊരു 75 ഏക്കറുള്ള ദ്വീപിലേക്കാണ് ഇയാൾ പിന്നീട് പെൺകുട്ടികളെ എന്ത് ചെയ്ത് കൊണ്ടുപോകുന്നതൊക്കെ തന്നെ. അത് തന്നെ. അപ്പൊ അതിന്റെ പേര് ഇവിടെ ഉണ്ട്. അപ്പൊ ആ പെൺകുട്ടികളെ കൊണ്ടുപോകുന്നത്. അപ്പൊ ആ പെൺകുട്ടികളെ കൊണ്ടുപോയതിന് ശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നേരെ ഈ പറയുന്ന 36 പെൺകുട്ടികളുണ്ടെന്ന് കണ്ടെത്തി സീരിയസ് ആയിട്ട് അന്വേഷണം നടത്താൻ തീരുമാനിച്ചതിന് ശേഷം വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇയാൾ അതിൽ ഒരു ഡീലിലേക്ക് ഉണ്ടാക്കുന്നു. അതായത് മിയാമിയിലെ ഫെഡറൽ അറ്റോർണി ആയിട്ടുള്ള അലക്സ് അക്കോസ്റ്റ എന്ന് പറയുന്ന ഒരാളും ഈ പറയുന്ന ഇയാളുടെ ലോയേഴ്സും തമ്മിൽ അമേരിക്കൻ നിയമപ്രകാരം ഒരു ഡീൽ ഉണ്ടാക്കുന്നു, ഒരു കോൺട്രാക്ട് ഉണ്ടാക്കുന്നു. ആ കോൺട്രാക്ട് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പിന്നീട് എന്ത് ചെയ്യാം, മറ്റ് പ്രോസിക്യൂഷനിൽ നിന്നൊക്കെ രക്ഷപ്പെടാം. അതായത് യഥാർത്ഥത്തിൽ ഈ ഇരകളെ അറിയിച്ച് അവരുടെ സമ്മതത്തോടുകൂടി വേണം അത്തരത്തിലുള്ള നിയമമൊക്കെ ഉണ്ടാക്കാൻ. പക്ഷെ അതൊന്നും ഉണ്ടാക്കുന്നില്ല. പകരം എന്ത് ചെയ്യുന്നു, ഇത്തരത്തിലൊരു എഗ്രിമെന്റിലേക്ക് എത്തുന്നു. ആ എഗ്രിമെന്റ് പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റു പ്രോസിക്യൂഷൻ നേടാൻ പറ്റില്ല. അങ്ങനെ വെറും 18 മാസത്തേക്ക്, അതായത് പ്രൊസ്റ്റിറ്റ്യൂഷൻ പോലെയുള്ള ചെറിയ ചാർജുകൾ ഇട്ടുകൊണ്ട് ഇയാൾ എന്ത് ചെയ്യുന്നു, ഈ പെൺകുട്ടികളെ, അതായത് പീഡോഫീലിയ ആണല്ലോ ഇത്, അത് കുട്ടി പീഡകൻ എന്നുള്ളത് മാറ്റിക്കൊണ്ട്, അതാണെങ്കിൽ ജീവിതകാലം മുഴുവൻ പുള്ളിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, അത് മാറ്റിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, ചെറിയ ശിക്ഷകളോടത്ത് 18 മാസം എത്തിക്കുന്നു. ഈ 18 മാസത്തിൽ തന്നെ ആഴ്ചയിൽ 12 മണിക്കൂർ ഇയാളുടെ ഓഫീസിൽ പോകാൻ അനുവാദം ഉണ്ട് ആ ജയിലിൽ. അത് വളരെ ലക്ഷറി ആയിട്ടുള്ള ഒരു ജയിലാണ്. അതിന്റെ ഫോട്ടോകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പുറത്ത് കാണാം. അപ്പൊ അതിൽ നിന്ന് 12 മണിക്കൂർ ഇയാൾക്ക് ഓഫീസിൽ പോകാം, കാര്യങ്ങൾ ചെയ്യാം എന്ന് പറയുന്ന ലെവലിലേക്ക് എത്തുന്നു. അതിനുശേഷം ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്, ഈ 18 മാസം തികയുന്നതിന് മുമ്പ് തന്നെ, എന്ന് പറഞ്ഞാൽ അമേരിക്കയിലായിട്ട് പറഞ്ഞത്, 18 മാസം തികയുന്നതിന് മുമ്പ് തന്നെ 13 മാസം എത്തിയപ്പോഴേക്കും ഇയാൾ എന്ത് ചെയ്യുന്നു, റിലീസ്
ചെയ്യുന്നു. ഇയാളെ റിലീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, കാര്യങ്ങളെല്ലാം അവിടെ തീരുന്നു. കാരണം എന്താ വെച്ചാൽ ഇയാൾക്കെതിരെ വീണ്ടും പ്രോസിക്യൂഷൻ നടപടികളൊന്നും എടുക്കാൻ പറ്റില്ലെന്ന് വരുന്നു. അങ്ങനെ വരുമ്പോഴാണ് പ്രധാനപ്പെട്ട ഒരാൾ രംഗത്തേക്ക് വരുന്നത്. ആ സ്ത്രീയുടെ പേരെന്ന് പറയുന്നത് ജൂലി നിപ്പെ ബ്രൗൺ എന്ന് പറയുന്ന ഒരാളാണ്. അതൊരു ജേർണലിസ്റ്റ് ആണ്. അവർ മയാമി ഹെറാൾഡ് ഈ പറയുന്ന പോലെ ഇൻവെസ്റ്റിഗേറ്റിംഗ് റിപ്പോർട്ടർ ആയിരുന്നു അവിടുത്തെ. ആ ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടർ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് എന്ത് ചെയ്യാൻ തീരുമാനിക്കുന്നു, പഠിക്കാൻ തീരുമാനിക്കുന്നു. 8ഓളം വരുന്ന ഇരകളെ അവർ കാണുന്നു, അവരുടെ ഓഡിയോകൾ അവർ റെക്കോർഡ് ചെയ്യുന്നു, നിരവധി രേഖകൾ പരിശോധിക്കുന്നു. ഇതെല്ലാത്തിന് ശേഷം അവർ 2018 അവർ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വിടുകയാണ്. ആ റിപ്പോർട്ട് എന്ന് പറയുന്നത് പെർവേർഷൻ ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടാണ് എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് വിടുന്നത്. ഇതിനിടയിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ അലക്സ കോസ്റ്റ ഡൊണാൾഡ് ട്രംപ് ഭരിക്കാൻ വേണ്ടി കയറുമ്പോഴേക്കും എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഈ പറയുന്ന ഒരു സെക്രട്ടറി, അതായത് ഗവൺമെന്റ് അതിന്റെ സെക്രട്ടറി ആയിട്ട് അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം കിട്ടുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന പോലെ എന്ത് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നു. ഇത് ഒരു റിപ്പോർട്ടല്ല, സീരീസ് ഓഫ് റിപ്പോർട്ടുകൾ എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് വിടുന്നു. ആ 2019 വീണ്ടും ഈ റിപ്പോർട്ടുകളുടെ സമ്മർദ്ദവും ഇത് കേട്ട് അമേരിക്കയിലെ ജനം ഞെട്ടിയതുകൊണ്ടും ഗവൺമെന്റ് വീണ്ടും നടപടിയെടുക്കാൻ നിർബന്ധിതനാവുന്നു. 2019 വീണ്ടും ജെഫ്രി എപ്സ്റ്റീൻ അറസ്റ്റിലാവുന്നു. കാരണം ഇതിൽ വലിയ മാൽപ്രാക്ടീസുകൾ നടന്നിട്ട് ഇയാളെ രക്ഷിക്കാനുള്ള പരിശ്രമങ്ങൾ നടന്നെന്ന് മനസ്സിലാക്കി ഇയാൾ അറസ്റ്റിലാവുന്നു. അറസ്റ്റിലായതിനു ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇയാൾ എന്ത് ചെയ്യുന്നു, കൊല്ലപ്പെടുന്നു. പക്ഷെ കൊല്ലപ്പെടുമ്പോൾ വളരെ ദുരൂഹമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ CCTV ദൃശ്യങ്ങളോ മറ്റു കാര്യങ്ങൾ കൊല്ലപ്പെടുകയായിരുന്നു ഒന്നും ലഭ്യമല്ല. അല്ല, അയാൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട്, അയാൾ എപ്പോഴും അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട്, അയാൾ മരണപ്പെട്ടു എന്നുള്ളതിൽ വിശ്വസിക്കാത്ത ആളുകളുണ്ട്. പക്ഷെ ഗവൺമെന്റ് വേർഷനാണ് ഞാൻ പറഞ്ഞ അയാൾ എന്ത് ചെയ്തു, അവിടെ സ്വയം എന്ത് ചെയ്തു, ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞ് ചില ചിത്രങ്ങളൊക്കെ ഉണ്ട്. അയാൾ ചില ഈ പറയുന്ന പോലെ ഒരു തുണി കൊണ്ട് എന്ത് ചെയ്തു, കഴുത്തിൽ മുറുക്കി അയാൾ എന്ത് ചെയ്തു, കൊന്നു എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ ഇന്ത്യയും അമേരിക്കയും ഒക്കെ ആയിട്ടുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഇന്ത്യയിലാണെങ്കിൽ ഈ രേഖകളൊന്നും ഒരു കാലത്തും ഡീകമ്മീഷൻ ചെയ്യില്ല. പക്ഷെ അമേരിക്കയിലുള്ള പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഈ രേഖകൾ അവർ കൃത്യമായിട്ട് എന്ത് ചെയ്യും, ഡീകമ്മീഷൻ ചെയ്യും. ഇപ്പൊ അങ്ങനെ ഡീകമ്മീഷൻ ചെയ്തുകൊണ്ടാണ് ഗൗതമൊക്കെ ഓർക്കേണ്ടതെന്ന് അറിയില്ല, 1957 EMS സർക്കാരിനെ മറിച്ചിടാൻ വേണ്ടി CA ഫണ്ട് ചെയ്തിരുന്നു എന്ന കാര്യമൊക്കെ പുറത്തേക്ക് വന്നത്. അപ്പൊ അത്തരത്തിൽ തന്നെ ഇതെല്ലാം പുറത്തേക്ക് വന്നു. ആ പുറത്തേക്ക് വരുമ്പോഴാണ് ഇതിൽ നിരവധി പേരുകളുണ്ട് എന്നുള്ളത് അറിയുന്നത്. അതായത് 1980 മുതൽ 90 മുതൽ തന്നെ ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള ആളുകളുമായി നിരവധി വലിയ സൗഹൃദം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നും 1600 തവണയാണ് ട്രംപിന്റെ പേര്. പിന്നെ ഈ കൊലപാതകത്തിന്റെ പിന്നിൽ അവിടെ കേൾക്കുന്ന ഒരു റൂമർ എന്താ വെച്ചാൽ ബിൽ ക്ലിന്റൺ ആണെന്നാണ്. ബിൽ ക്ലിന്റൺ ഇദ്ദേഹമായിട്ട് സൗഹൃദമുണ്ട് എന്നുള്ളത് ഏതാണ്ട് പൂർണ്ണമായും ശരിവെക്കാവുന്ന ലെവലിലാണ്. അപ്പൊ അതിനുശേഷമാണ് ഡൊണാൾഡ് ട്രംപ് ഇതിനകത്ത് പെടുന്നത്. ട്രംപിനെതിരെയുള്ള പ്രതിഷേധം ഒരു ബാലപീഡകനാണ്, അതായത് പ്രായപൂർത്തിയാകാത്ത നിരവധി പെൺകുട്ടികളെ ട്രംപിന് കാഴ്ചവെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതിൽ ഇദ്ദേഹത്തിന്റെ സ്ഥിരീകരിക്കപ്പെടാത്ത ഇദ്ദേഹത്തിന്റെ ഒരു കമന്റ് ഉണ്ട്. ആ കമന്റ് എന്താണെന്ന് അറിയാമോ? ആ കമന്റ് എന്ന് പറയുന്നത് ജെഫ്രി എപ്സ്റ്റീൻ പറയുന്നത്, വിധിയുടെ ഒരു വൈപരീത്യം നിങ്ങൾ നോക്കണം. കാരണം എനിക്കും അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപിനും ഒക്കെ കുട്ടികളെ വളരെ ഇഷ്ടമായിരുന്നു, പക്ഷെ അദ്ദേഹം പ്രസിഡന്റായി, ഞാൻ ജയിലിലുമായി എന്നാണ്. മനസ്സിലായി? അപ്പൊ അത്തരത്തിലാണ് ഈ കാര്യങ്ങളെ കാണുന്നത്. ഇത് ബിൽഗേറ്റ്സ് അടക്കമുള്ള നിരവധി ആളുകളുണ്ട്. ബിൽഗേറ്റ്സ് ഈ രോഗം ഇയാൾ സപ്ലൈ ചെയ്തിട്ടുള്ള, ഇയാൾ ഇതുപോലെ എന്ത് ചെയ്തിട്ടുള്ള, കൊടുത്തിട്ടുള്ള പെൺകുട്ടികളുടെ ഒപ്പം സഹവസിച്ചിട്ടാണ് ഈ രോഗം വന്നത് എന്ന് പറയുന്നുണ്ട്. അതിൽ നിരവധി ദൃശ്യങ്ങളുണ്ട്, കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മോശപ്പെട്ട രീതിയിൽ ഈ കുട്ടികളായിട്ട് നിൽക്കുന്നത്, കുട്ടികളെന്ന് പറഞ്ഞാൽ 13-14 വയസ്സുള്ള കുട്ടികളാണ്. അവരൊക്കെ മുതിർന്നതിന് ശേഷം ഞാൻ ഈ ജെഫ്രി എപ്സ്റ്റീൻ്റെ ഇതിലുണ്ടായിരുന്നു 36ഓളം പേരെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹം ആജീവനാന്തകാലം ജയിലിൽ കിടക്കേണ്ട ഒരാളാണ്. അദ്ദേഹത്തെയാണ് ഇങ്ങനെ രക്ഷപ്പെടുത്തി എന്ന് പറയുന്ന കഥ കൂടിയുള്ളത്. ഇത് എന്തായിരുന്നു ഈ ജെഫ്രി എപ്സ്റ്റീന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം? ഇയാളുടെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള നെറ്റ്വർക്കാണ്. അതിൽ പൊളിറ്റീഷ്യൻസ് ഉണ്ട്, സെലിബ്രിറ്റീസ് ഉണ്ട്, മറ്റു പല ആൾക്കാരും ഉണ്ട്. ഇയാൾ ഏറ്റവും ആദ്യമേ തന്നെ ഇയാളൊരു മാത്തമാറ്റിക്സിന്റെ ടീച്ചറായിരുന്നു, ഒരു സാധാരണ അധ്യാപകനായിരുന്നു. അധ്യാപകനായിരുന്നതിന് ശേഷം അയാളൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ ആയിട്ട് എന്ത് ചെയ്യുന്നു, വരുന്നു. ഒരു വലിയ ഫിൽത്തി റിച്ച് ആയിട്ടുള്ള ഒരാളുടെ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ ആയിട്ടൊരു ജോലി കിട്ടുന്നു. അവിടെ നിന്നുകൊണ്ട് ഇയാൾക്ക് വലിയ വരുമാനം കിട്ടുന്നു. പക്ഷെ അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഏതാണ്ട് 60 കോടി രൂപ, അദ്ദേഹം എന്നൊക്കെ വിളിക്കരുത്, അപ്പോൾ 60 കോടി രൂപയുടെ എന്ത് ചെയ്യുന്നു, 60 കോടി US ഡോളറിന്റെ വരുമാനത്തിലേക്ക് ഇദ്ദേഹം എത്തുന്നു. ആ 75 ഏക്കറോളം വരുന്ന വലിയ ഒരു ദ്വീപ് വാങ്ങുന്നു. ആ ദ്വീപിൽ വലിയൊരു മാൻഷൻ പണിയുന്നു. ആ മാൻഷൻ പണിതതിന് ശേഷം അവിടെ ഇത്തരത്തിലുള്ള പെൺകുട്ടികളെ കൊണ്ട് നിറക്കുന്നു. ആ കുട്ടികളെ കൊണ്ട് നിറച്ചതിന് ശേഷം ഇത്തരത്തിലുള്ള എല്ലാ ആളുകളെയും എന്ത് ചെയ്യുന്നു, വിളിച്ചങ്ങോട്ട് കൊണ്ടുവരുന്നു. അതിലിപ്പോ നമ്മുടെ ടെസ്ലയുടെ ഒക്കെ ഓണറായിട്ടുള്ള ആളുകൾ അടക്കമുള്ള ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ഇതിലേക്ക് പോകുന്നില്ല, അതിലേക്ക് വരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ഇപ്പൊ തൽക്കാലം വരണ്ടാന്നാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഇലോൺ മസ്ക് പ്രൈവറ്റ് ജെറ്റിൽ സഞ്ചരിക്കുന്നു. ഇലോൺ മസ്ക് പറഞ്ഞേക്കണ വേറൊരു കാര്യം കൂടി ഉണ്ട്.
ഇലോൺ മസ്കുമായിട്ട് ഉടക്കിയതിന് ശേഷം, ട്രംപ് ഉടക്കിയതിന് ശേഷം ഇലോൺ മസ്ക് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു കാര്യം ഞാൻ ഒരു കാലത്തും ട്രംപ് പുറത്തേക്ക് വിടില്ല, കാരണം ട്രംപിന്റെ പേര് അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. വലിയ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ട്, ജനങ്ങളുടെ ഭാഗത്തുള്ള സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ട്രംപ് അടക്കം ഈ രേഖകൾ പുറത്തേക്ക്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു സെക്സ് ട്രാഫിക് കിങ് ആയിട്ടാണ് ഇയാൾ അറിയപ്പെടുന്നത്. അങ്ങനെ ഒരാളുടെ ഫയൽസിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് കൂടി ഉൾപ്പെടുകയാണ്. അപ്പം സ്വാഭാവികമായിട്ടും ജനം ചോദിക്കും, അല്ല നരേന്ദ്രമോദിക്കും ഇതേപോലുള്ള പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ കാഴ്ചവെച്ചോ? അല്ല, നരേന്ദ്രമോദിയുടെ ഇതിൽ പേരുൾപ്പെട്ട എല്ലാവരും ഇങ്ങനെയാണെന്ന് പറയുന്ന ഒരു ധാരണയിലേക്കൊന്നും നമ്മൾ എത്തരുത്. കാരണം വെച്ചാൽ അത് അങ്ങേറ്റം തെറ്റാണ്. നരേന്ദ്രമോദി ഇദ്ദേഹവുമായി നേരിട്ട് കണ്ടു എന്നുള്ളതൊന്നും ഒരു ഫയലിലും വന്നിട്ടില്ല ഇതുവരെ. ഇതുവരെയുള്ളതിൽ വന്നിട്ടില്ല. ആകെ വന്നേക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഈ ലോകത്തിലെ വലിയ രാജ്യങ്ങൾ തലവന്മാരുമായിട്ടെല്ലാം വലിയ ബന്ധമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ട്രംപുമായിട്ടൊക്കെ വലിയ ബന്ധമുണ്ടായിരുന്നു. ഇദ്ദേഹവും ട്രംപും കൂടി ഒരുമിച്ച് നിരവധി യാത്രകൾ നടത്തിയിട്ടുണ്ട്. ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം വളരെ ഫണ്ണാണ് ഇദ്ദേഹവുമായിട്ട് എന്ത് ചെയ്യാൻ, ഇരിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വ്യാജ വാർത്തകളൊക്കെ വരുന്നുണ്ട്. നമുക്കറിയില്ല ഏതാണ് ശരി ഏതാണ് തെറ്റുന്നത്. കാരണം ഇദ്ദേഹം മൊസാദിന്റെ ചാരനായിരുന്നു എന്ന് പറയുന്നുണ്ട്, ഇദ്ദേഹം സിഐയുടെ ചാരനായിരുന്നു എന്ന് പറയുന്നുണ്ട്, ഇസ്രായേലിന് വേണ്ടി ഇദ്ദേഹം ആളുകളെല്ലാം ബ്ലാക്ക്മെയിൽ ചെയ്യുകയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിൽക്കുന്ന ഒരു അവസരത്തിൽ ഒരു കാര്യം ഉറപ്പാണ്, ഇദ്ദേഹത്തിന് രാഷ്ട്ര തലവന്മാരുമൊക്കെ ആയിട്ട് വലിയ ബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ബന്ധമുണ്ടായപ്പോൾ ഇപ്പൊ അനിൽ അംബാനി പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അത് നരേന്ദ്രമോദിയായിട്ട് നേരിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് പോലും നമുക്കറിയില്ല. അനിൽ അംബാനി യഥാർത്ഥത്തിൽ ഈ പറയുന്നത് എന്ത് ചെയ്തിരുന്നു, ഇവിടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി അനിൽ അംബാനിയെ നരേന്ദ്രമോദി എന്ത് ചെയ്തിരുന്നു, ചുമതലപ്പെടുത്തിയിരുന്നു എന്നും അനിൽ അംബാനി ഇദ്ദേഹത്തെ കണ്ട് എങ്ങനെയാണ് ട്രംപുമായിട്ട് കൂടുതൽ അടുക്കാനുള്ള ഉപദേശം തേടിയെന്നും അങ്ങനെ ഉപദേശം തേടിയതിന്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയും നരേന്ദ്രമോദിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയത് എന്നുമാണ് എന്ത് ചെയ്യുന്നത്, പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് അതാണ് നരേന്ദ്രമോദി ഇല്ല അത്ര കണ്ടിട്ടില്ല. നരേന്ദ്രമോദി ഇതുവരെ കണ്ടതായിട്ടൊരു രേഖയില്ല. അതുപോലെ നരേന്ദ്രമോദി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഡാൻസ് ചെയ്തു, സാങ് ചെയ്തു മോദി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വരികളുണ്ട്. അല്ല, അത്തരം കാര്യങ്ങളൊന്നും നമുക്ക് ഒന്നാമത്തെ കാര്യം ഇതിൽ വന്നേക്കണ ഇപ്പൊ ഇദ്ദേഹം അയച്ചേക്കണ ഒരു ഇമെയിലുകളാണ് കുറെ എണ്ണം ഉള്ളത്. അപ്പൊ ആ ഇമെയിലുകളിൽ ഇപ്പൊ അദ്ദേഹത്തിന്റെ ഒരു അവകാശവാദമാണ്, ഇയാളുടെ ഒരു അവകാശവാദമാണ് ഇതുപോലെ അനിൽ അംബാനി എന്ത് ചെയ്തു എന്ന് പറയുന്നത്. വന്ന് കണ്ടിരുന്നു, അത് അവിടെയുള്ള ഏറ്റവും രാഷ്ട്രത്തലവന്മാരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. അപ്പോൾ പല ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പുകളും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കണ്ടതാണ്. ഒരു കാര്യം ഗോത്തോട് തുറന്നു പറയട്ടെ, അങ്ങനെയൊക്കെ കാണാറുണ്ട്. കാരണം വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് മാത്രമല്ല, പല ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പല ചാനലുകളും എന്ത് ചെയ്യാറുണ്ട്, ഓപ്പൺ ചെയ്യാറുണ്ട്. ചിലപ്പോൾ ടെററിസ്റ്റുകളായിട്ട് വരെ എന്ത് ചെയ്യാറുണ്ട്, സംസാരിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അതിനൊരു ചാനൽ എന്ത് ചെയ്യാറുണ്ട്, ഓപ്പൺ ചെയ്ത് വെക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് ഇപ്പൊ ഈ നരേന്ദ്രമോദിയുടെ പേര് ഇതിനകത്ത് വന്നു എന്നൊന്നും പറയുന്നതിൽ യാതൊരു അടിസ്ഥാനമില്ല. കാരണം ഈ ഒരു കാര്യത്തിലാണ് നരേന്ദ്രമോദിയുടെ പേര് വന്നേക്കണേ. പക്ഷെ അവിടെ ഉയരുന്ന വലിയ ചോദ്യം എന്ന് പറയുന്നത് ട്രംപിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇത്തരത്തിൽ ട്രംപിനെ നമ്മൾ എന്ത് ചെയ്യാൻ, കുറെ കൂടി നമ്മളോട് ഒരു സൗഹൃദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ആളുകളുടെ സഹായം തേടിയിരുന്നോ എന്ന് പറയുന്ന ഒരു ചോദ്യം ചോദിക്കാം എന്നുള്ളതിനും അപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളൊന്നും അതിനകത്ത് എന്തില്ല ഇല്ല.